ഹേ ഗായ്സ്, ഇതൊരു വാലൻറ്റൈൻസ് ഡേ വ്ളോഗാണ്. വാലൻറ്റൈൻസ് ഡേ സെലിബ്രേഷൻ മാത്രമല്ല കേട്ടോ, വേറൊരു കാര്യം കൂടി ഞങ്ങൾക്കുണ്ട്. ഇനി ഞങ്ങൾക്ക് നോമ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഒരു 15 ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും നോൺ വെജൊക്കെ കഴിക്കാൻ പറ്റുന്നത്. 2 ദിവസം കൂടി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു സ്പോട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തു. വേറൊന്നുമല്ല, ബാർബിക്യൂ നേഷൻ. ഓൾറെഡി ഞങ്ങൾ സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ഫേവറേറ്റ് റോഡുണ്ട്, അത് മോർണിംഗ് ലൈറ്റ് കാണാൻ നല്ല രസമാണെന്ന്. ഇത് ഏർവാട ജയിൽ റോഡ്. ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും അത് മനസ്സിലാവില്ല ഏർവാട ജയിലിനെ പറ്റി. കുറച്ച് നാൾ സൽമാൻ ഖാൻ ഒരു കേസിൽ പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു അകത്ത്. നമ്മുടെ മലയാളിക്ക് ഇത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ആദ്യം എനിക്ക് ഈ ജയിലിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. ആരോ പറഞ്ഞാണ് ഞാനും ഇത് അറിഞ്ഞത്. പിന്നെ പുറത്ത് ഇറങ്ങി വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നില്ല, കാരണം എനിക്കും മറാഠി അറിയില്ല. പിന്നെ ഞാൻ പറയണത് അവർക്കും മനസ്സിലാവില്ല. വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് കരുതി കാറിൻ്റെ അകത്തിരുന്നുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു. ഈ റോഡ് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ, കാരണം നമ്മൾ കേരളത്തിൽ പോകുന്ന പോലെ ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ചുറ്റും മരങ്ങളും തണലും. എനിക്കതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ റോഡ് പോകാനായിരിക്കും പറയുന്നത്. ഈ റോഡ് ട്രാഫിക്കും അധികം ഉണ്ടാവാറില്ല. പക്ഷെ കൂടുതലും ഭംഗി പറഞ്ഞെങ്കിൽ കുറച്ചും കൂടി മഴക്കാലം വരണം. ഇപ്പോൾ ഒരു ഡസ്റ്റി ആ ഒരു ടൈപ്പാണ്. പൂനെയിൽ ഇങ്ങനെ എല്ലായിടും ഇതേപോലെ ഇരിക്കുന്നത്, കുറച്ച് ഡള്ളായിട്ട്. കാരണം ഇത് വീഡിയോയുടേതല്ല, ഫുൾ. ഇതാണ് അഗാഖാൻ പാലസ്. നമ്മുടെ ഗാന്ധിജിയെ കുറച്ച് നാൾ കസ്റ്റഡിയിൽ ഇട്ടൊരു പാലസാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് പബ്ബും ബാർബിക്യൂ നേഷനും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊരിക്കലും പറ്റാത്തൊരു കാര്യമാണ്, പക്ഷേ ഇവിടെ എന്തോ അത് പറ്റും. അങ്ങനെ ഞങ്ങൾ ബാർബിക്യൂ നേഷൻ എത്താറായി. ഇവിടെ പൊതുവേ പാർക്കിംഗ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവർക്ക് പാർക്കിംഗ് ഉണ്ടെങ്കിലും ക്രൗഡഡ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. സോ അതൊരു കഷ്ടമാണ്. ബട്ട് ഇന്നെന്തോ ഞങ്ങളുടെ ലക്കിന് പാർക്കിംഗ് കിട്ടി, കറക്റ്റും അവരുടെ ഏരിയയിൽ തന്നെ. അതുകൊണ്ട് വേറെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നേരെ പാർക്കിങ്ങിലേക്ക് ഇട്ടു. പാർക്കിംഗ് കിട്ടി. അമ്മോനോട് ഞങ്ങളിത് ആദ്യം സർപ്രൈസ് ആയിട്ടാട്ടോ വെച്ചത്. അവനോട് ഗ്രോസറി മേടിക്കാൻ പോകാമെന്നാണ് പറഞ്ഞത്. ഇവിടെ പാർക്കിംഗ് കിട്ടിയപ്പോൾ അവനൊരു പിന്നെയും ഡൗട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളത് സമ്മതിച്ച് കൊടുത്തില്ല. പക്ഷേ ലാസ്റ്റ് ഞങ്ങളത് സമ്മതിച്ച് കൊടുത്തു. ഇത് ബാർബിക്യൂ നേഷനിലേക്കാണ് പോകുന്നതെന്ന്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് പുള്ളി. പിന്നെ വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, റെഡും ബലൂൺ റോസൊക്കെ. ഞങ്ങൾക്ക് ഒരു സീറ്റൊക്കെ കിട്ടി, എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ അവരുടെ ഒരു ഡിഷായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. അത് വരാൻ കുറച്ച് ടൈം എടുക്കും. അതുവരെയായിട്ട് അവർ നമുക്ക് കുറച്ച് ചാട്ട്, പാനിപൂരി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തരും. ഇത് ഓൾറെഡി എപ്പോഴും കഴിക്കുന്നതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, പക്ഷെ തന്നതുകൊണ്ട് കഴിച്ചേക്കാം, വേസ്റ്റ് ആക്കണ്ടല്ലോ. ഞങ്ങൾ പിന്നെ കുറച്ച് ഫിഷ്, ചിക്കൻ, പ്രോണാണ് ഞങ്ങളുടെ മെയിൻ ഐറ്റം. പക്ഷേ എനിക്ക് ഫിഷ്, ചിക്കൻ അതൊക്കെ കുറച്ച് ഇഷ്ടമാണ്. ഈ ഗ്രീൻ കളറിലുള്ളതാണ് ഫിഷ്. പിന്നെ ഇവരുടെ ക്രിസ്പി കോൺ, അത് കുറച്ച് ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ രണ്ടാമതും വാങ്ങിച്ച് കഴിക്കുന്ന ഒരേ ഒരു ഐറ്റം. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ചാട്ട് അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ല, ബട്ട് ഓക്കെ കഴിക്കാൻ കൊള്ളാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നെക്സ്റ്റ് തന്നത് ക്രിസ്പി ചിക്കൻ. ഇത് എൻ്റെ മോൻ്റെ ഫേവറേറ്റാണ്. അവൻ ഇതാണ് കൂടുതലും കഴിക്കുന്നത്. അവന് ബില്ല് പേ ചെയ്യുന്നത് ഇതിനു വേണ്ടി മാത്രമേ ഉള്ളൂ. ഇതാണ് അവൻ മെയിൻ കഴിക്കുന്ന ഒരേ ഒരു സാധനം. കാരണം നമുക്ക് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കുക്കായി വരാൻ കുറച്ച് ടൈം എടുക്കും. സോ അതുവരെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ തന്നവർ നമുക്ക് ടൈം കളയാൻ തന്നേക്കും. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർ നേരെ പിന്നെ ഒരു മട്ടൻ കബാബ് ആ ഒരു ഡിഷും കൂടി തന്നായിരുന്നു. ബട്ട് അതും ഓക്കെ നമ്മുടെ ഐറ്റംസ് എല്ലാം കുക്കായി വരുന്നുണ്ട്. പിന്നെ ഈ തന്തൂരി ചിക്കൻ, ഇതും ഓക്കെയാണ്. കുക്കായി എൻ്റെ ഫിഷ് കരിഞ്ഞെന്നാണ് തോന്നുന്നത്. കുറച്ച് കരിഞ്ഞു പോയി, ബട്ട് ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. ഇതാ ഞങ്ങളുടെ മെയിൻ ഐറ്റം, ഗോൾഡൻ പ്രോൺ. ഇത് ഞങ്ങൾ ഷെഫിനോട് പ്രത്യേകം പറഞ്ഞാണ് ഉണ്ടാക്കാറ്. പിന്നെ ഇവിടെ കുറച്ച് ഡെസേർട്ട് ഐറ്റംസൊക്കെ ഉണ്ട്. മൂങ് ദാൽ ഹൽവ, പായസം. എനിക്ക് ഈ ഡെസേർട്ടിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ചുമ്മാ കാണാനൊക്കെ കൊള്ളാം, പക്ഷേ എനിക്കെന്തോ കഴിക്കാൻ ഇഷ്ടമില്ല. ക്രേവിങ്സ് വരുമ്പോൾ മാത്രം ചുമ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്യും. മോനിത് ഇഷ്ടമാണ്. ഇതാണ് എൻ്റെ മെയിൻ ഐറ്റം, സാലഡ്. ഇവിടെ നിന്നാണ് ഞാൻ എങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാലഡ് ഉണ്ടാക്കാമെന്ന് തന്നെ പഠിച്ചത്. ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു കേട്ടോ. ഗ്രീക്ക് സാലഡൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം എനിക്കിഷ്ടമല്ല. എൻ്റെ ഫേവറേറ്റ് മാത്രം. അങ്ങനെ കുറച്ച് ഞാൻ എടുത്തുകൊണ്ട് പോന്നു സൈഡ് ഡിഷായിട്ട് കഴിക്കാനായിട്ട്. ഇത് എൻ്റെ മോന് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഫിഷും ഇതും ഗ്രീൻ ചട്നിയൊക്കെ. വേറെയും കുറേ നോൺ വെജ് ഐറ്റംസ് ഉണ്ടായിരുന്നു, ബട്ട് എന്തോ വയറ് സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല. ഈ ബിൽഡിങ്ങിലാണ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്, അവരുടെ കമ്പനി. എപ്പോൾ പോയാലും ഞങ്ങൾ ഈ കമ്പനിയിൽ നോക്കിക്കൊണ്ടേയിരിക്കും. ചുമ്മാ ഒരു രസം. ട്രാഫിക്ക് വന്നോ ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഭയത്തിന് സിഗ്നൽ വീണു. ഇത് ഞങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ളൊരു സംഭവം, റിസ്ക് കാൾസൺ. നെക്സ്റ്റ് ടൈം ഇവിടെ പോകണമെന്നാണ് ഒരാഗ്രഹം.
പക്ഷേ ലിസ്റ്റിലിട്ട് വെച്ചിട്ടുണ്ട്, ടൈം കിട്ടിയിട്ടില്ല. ടൈം കിട്ടുമ്പോൾ പോകണം.